Hey guys, welcome back to our channel Volo. We only live once. കുറച്ച് നാളായി ആക്ച്വലി ഇപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ കുറച്ച് തിരക്കും ക്ഷീണവും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിപ്പോൾ എൻ്റെ 8th മന്തിൻ്റെ ലാസ്റ്റ് വീക്കാണ്. ദിസ് വിൽ ബി മൈ ലാസ്റ്റ് വീക്ക് ഗോയിങ് ടു വർക്ക്. അപ്പം ഇനിയും കുറച്ച് നാളത്തേക്ക് വർക്കിന് വരുന്നില്ല, ഞാനൊരു ബ്രേക്ക് എടുക്കുവാണെന്നുള്ളൊരു തീരുമാനത്തിലാണ്. സോ എന്നുവെച്ചാൽ കുഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ബിസി ആയിരിക്കുമല്ലോ നാച്ചുറലി ആദ്യം. അപ്പോൾ ഇതൊന്ന് വെറുതെ വ്ളോഗ് ചെയ്യണമെന്ന് എനിക്കൊരു തോന്നൽ. അതുകൊണ്ട് ഈ ഒരു ആഴ്ച ഞാൻ ഇങ്ങനെ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദിസ് ഇസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്. സാറ്റർഡേ ആണ് ഇന്ന്. ഇപ്പോൾ ഓഫീസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ഞാനിപ്പോൾ വണ്ടിയിൽ കയറുമ്പോഴാണ് ഓർക്കുന്നത് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ. ഞാൻ എല്ലാ സമയത്തെ എല്ലാ ബിറ്റ്സ് ആൻഡ് പീസസ് കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക് എടുക്കുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനെ തോന്നുമല്ലോ, നമ്മുടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അതിന് ചുമ്മാ ഒരു മെമ്മറി, ഒരു റിമെമ്പറൻസ് ആയിട്ട് ഞാനൊരു വ്ളോഗ് എടുക്കാമെന്ന് തീരുമാനിച്ചതാണ്. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്ന ആ ഒരു ആദ്യത്തെ മാസം തൊട്ടേ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഫിസിക്കലി ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പം ആ ഒരു ടൈം തൊട്ടേ ഞാൻ ഓഫീസിൽ പോകുന്നത് കുറച്ച് ലേറ്റർ ഇൻ ദ ഡേ ആക്കിയായിരുന്നു. എന്നുവെച്ചാൽ അതിന് മുമ്പേ ഞാനൊരു 9 ഒക്കെ ആകുമ്പോൾ എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാനൊരു ചിലപ്പം 10, ചിലപ്പം 11 ഒക്കെ ആകുമ്പോഴാണ് എത്തുന്നത്. നമ്മുടെ ഓൺ കമ്പനിയാണ്, അതുകൊണ്ട് ഓഫീസിൽ പോകാൻ എനിക്ക് ആ ഒരു ടൈം, ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളത് എനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു ഈ ഒരു 8 മന്ത്സ്. അപ്പോൾ ഒരു വീക്ക് ഇൻ മൈ ലൈഫ് ആണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. 7 ഡേയ്സ് ഇൻ മൈ ലൈഫ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വർക്കിംഗ് ഡേയ്സ് ആകുമ്പോൾ നമുക്ക് 6 ഡേയ്സ് ഉള്ളൂ അല്ലേ. അപ്പോൾ 6 ഡേയ്സ് ഇൻ മൈ ലൈഫ്. ഇന്നിപ്പോൾ ഒരു 11 o'clock ആകുമ്പോഴേ ഞാൻ ഓഫീസിൽ എത്തത്തുള്ളൂ. എനിക്ക് ആക്ച്വലി കഴിഞ്ഞ 8 മന്ത്സിലും ഡ്രൈവിംഗ് ഒരു പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടേ ഇല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ കയറി ഇരിക്കുന്നത് വരെ ചെറിയൊരു ബ്രെത്ത്ലെസ്നെസ്സും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബട്ട് വൺസ് വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ അങ്ങനെ ഓടിക്കാനൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. Generally in my life I'm very grateful that I got to learn and practice driving. അങ്ങനെ ഓഫീസിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. എനിക്ക് കൂടുതലും കമ്പ്യൂട്ടർ വർക്കും പിന്നെ ഫയൽസ് മെയിൻറ്റെയിൻ ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. കമ്പ്യൂട്ടർ വർക്കിൽ ഡെയിലി കണക്ക് നോക്കുക, അത് എൻ്റർ ചെയ്യുക, ഡേ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, ക്രെഡിറ്റ് ഇൻവോയ്സസ് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനത്തെയൊക്കെ. പിന്നെ കസ്റ്റമേഴ്സ് വരുന്നതനുസരിച്ച് ബില്ല് എഴുതുക, പേയ്മെന്റ് വാങ്ങിക്കുക, അതൊക്കെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കും. നമ്മുടെ ഓഫീസ് ടൈം 5 PM വരെയാണ്. വലിയ പണികളൊന്നും പെൻഡിങ് ഇല്ലെങ്കിൽ ഞാനൊരു 3-3:15 ആകുമ്പോൾ ഇറങ്ങും. ഇപ്പൊ സമ്മറൊക്കെ മാറി വിന്ററിലേക്കുള്ള ട്രാൻസിഷൻ ടൈം, നല്ലൊരു ക്ലൈമറ്റാണ്. 3:15 ആയപ്പം ഞാൻ ഇറങ്ങി. ഇപ്പൊ വീട്ടിലോട്ട് പോവാണ്. സാറ്റർഡേ ആയതുകൊണ്ട് വലിയ തിരക്ക് കാണത്തില്ലെന്ന് വിശ്വസിക്കുന്നു റോഡിലൊക്കെ. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇറങ്ങുമ്പോൾ ഭയങ്കര ട്രാഫിക്കാണ്. 30 minutes 40 minutes ഒക്കെ എടുക്കും ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ. പറഞ്ഞാൽ ശരിയായിരുന്നു, വലിയ തിരക്കൊന്നുമില്ല. നമ്മളൊരു ടോട്ടൽ ഒരു 15 minutes വീട്ടിലെത്തും. ഞാനിപ്പം യൂഷ്വലി ഉച്ച കഴിഞ്ഞ് വീട്ടിലെത്തി ഒരു 4 o'clock ഒക്കെ ആകുമ്പോഴത്തേനുമാണ് ലഞ്ച് കഴിക്കുന്നത്. അപ്പം ലഞ്ച് കഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം കിടക്കാറുണ്ട്. എൻ്റെ ഒരു 12 hour ഷിഫ്റ്റ് ആയിട്ടാണ്, 12 hour ഡേയ്സ് ആണ് എനിക്കിപ്പോൾ ഉള്ളത്. ഞാൻ രാവിലെ എണീറ്റ് ഒരു 12 hours എനിക്ക് അടുത്ത ഉറക്കം ഇങ്ങനെ വരും. ഉറക്കം മാത്രമല്ല, ഫിസിക്കലി ഞാൻ ടയേർഡും ആവും. പിന്നെ ഈ ചെറിയ നടുവേദന, കാലുവേദന, അങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ടുകൾ എൻ്റെ പിയേഴ്സുമായിട്ട് കമ്പയർ നോക്കുമ്പോൾ വലിയ പ്രശ്നമില്ലാത്തൊരു പ്രഗ്നൻസി ആണ് എനിക്ക് ആക്ച്വലി ഇതുവരെ വന്നിട്ടുള്ളത്. പക്ഷേ ഇതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതൊക്കെ സോൾവബിൾ പ്രശ്നങ്ങൾ, കുറച്ച് നേരം റെസ്റ്റ് എടുത്താൽ തീരുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ 3:30 ആയപ്പോൾ നമ്മൾ ദേ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ചോറ്, തൈര്, ചീരയിലത്തോരൻ, മത്തിക്കറി. പാത്രമൊക്കെ കഴുകി എടുത്ത് വെച്ച് കഴിഞ്ഞ് ഒരു ഡെസേർട്ടും എടുത്ത് മൂവിയും പ്ലേ ചെയ്തിരിക്കുക. അതാണ് എന്റെ ഫേവറേറ്റ് മീ ടൈം. കുറച്ചേരം കഴിഞ്ഞ് ഉറക്കം കിട്ടാതെ കുറച്ചേരം കിടന്നിട്ട് എഴുന്നേക്കുന്ന സീനാണ് ഈ കാണുന്നത്. എന്ററിംഗ് ഇൻ ടു ദി 9th month ഓഫ് പ്രഗ്നൻസി. എനിക്ക് രാത്രിയിൽ ഉറക്കം തീരെ ശരിയാവുന്നില്ല. 3-4 പ്രാവശ്യമൊക്കെ രാത്രിയിൽ എണീക്കുന്നുണ്ട്. അല്ലേ തന്നെ ക്ഷീണം. അപ്പൊ പിന്നെ ഉറക്കം കൂടെ കിട്ടിയില്ലേ പറയണ്ടല്ലോ. ഇപ്പൊ ഒരു 6:45 ചാശം വന്നു. ഞാൻ അങ്ങനെ ഉറങ്ങിയില്ല ആക്ച്വലി. കുറച്ചു നേരം ആ മൂവി കണ്ടു കഴിഞ്ഞ് കുറച്ചു നേരം ഇങ്ങനെ കിടന്നപ്പോഴത്തേന് ചാശം വന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ഒരു പ്ലാൻ ഇട്ടായിരുന്നു, ഒന്ന് പുറത്ത് നടക്കാൻ പോകാമെന്ന്. ആക്ച്വലി ഞാൻ ട്രെഡ്മില്ലിൽ നടക്കുന്നുണ്ടായിരുന്നു ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ. ഞാൻ മോസ്റ്റ് ഓഫ് ദി ഡേയ്സ്, എല്ലാ ഡേയ്സൊന്നും ഞാൻ പറയില്ല, ഒരു 3 months കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നടക്കാൻ തുടങ്ങിയായിരുന്നു. ആരോഗ്യം സമയമുള്ള എല്ലാ ദിവസവും നടക്കുന്നുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ട്രെഡ്മില്ലിൽ കയറിയപ്പോൾ എനിക്കിങ്ങനെ ചെറിയൊരു മസിൽ പെയിൻ പോലെ വന്നു, അബ്ഡോമിനൽ ഒരു പെയിൻ വന്നു. അപ്പം സ്പീഡ് കുറച്ച് നടന്നാൽ മതി എന്ന് തോന്നുന്നു. ഒത്തിരി സ്ട്രെയിൻ എടുക്കുമ്പോഴാണ് ആ പെയിൻ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നല്ല ക്ലൈമറ്റും കൂടി ആയതുകൊണ്ട് എനിക്കിങ്ങനെ പുറത്ത് നടന്നാൽ കൊള്ളാം എന്നിങ്ങനെ ഒരു സമ്മർ ടൈമിലാണെങ്കിൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇന്നിപ്പം ഒന്ന് പുറത്ത് പോയി നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷായി ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് പോയിട്ട് വരാം. ഉടനെ അങ്ങോട്ട് മഴയും പെയ്തു. നീ നടക്കാൻ പോവാന്ന് പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇങ്ങനെയാവും.
ഞങ്ങൾ ആക്ച്വലി നീത്തുവിന്റെ ഫ്ലാറ്റ് വരെ ഒന്ന് പോയതാണ്. അതിന്റെ അടുത്താണ് ഫിൻതാസ് ബീച്ച് വരുന്നത്. ആ സമയത്തേക്ക് മഴയും നിന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ ഫിൻതാസ് ബീച്ച് വഴിയും നടക്കാം. അവിടെ ചെന്നപ്പോൾ ഫെറ്റ് പോലെ എന്തോ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കണ്ട് ആ ഫുൾ ലെങ്ത് നടന്നു. അവസാനം ഒരു ഷവർമ വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകുന്നു. ഇവിടുത്തെ ഷവർമയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ ഷവർമയ്ക്ക് 2 ഇരട്ടി വലുപ്പം ഉണ്ടെങ്കിലും 4 ഇരട്ടി പൈസയെ വാങ്ങിക്കുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഞാൻ കുറച്ച് എഡിറ്റിംഗ് പരിപാടിക്ക് ഇരുന്നു. നമ്മുടെ നൈഡുന്റെ 5th ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ അതിന്റെ പ്രെപ്സ് വ്ലോഗ് ആണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇത് ഡേ 2 ആണ്. ടുഡേസ് സൺഡേ. എന്റെ വർക്കിംഗ് വീക്കിന്റെ 2ാമത്തെ ദിവസമാണ്. ഇന്നിപ്പോ രാവിലെ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങി. കാരണം ഡെലിവറി ടൈമിലേക്ക് അപ്പയും അമ്മയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ട്. അപ്പം വിസ ഓഫീസിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കണം. ഇപ്പോ ഏജിന്റെ പ്രശ്നം എന്തൊക്കെയോ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് നേരിട്ടൊന്ന് പോയി അപ്ലൈ ചെയ്യാം എന്ന് വിചാരിച്ച് ഞാനും ചാച്ചനും കൂടെ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് 2 വണ്ടിയിൽ ഇങ്ങനെ പോവാണ്. അഹമ്മദിൽ തന്നെയാണ് വിസ ഓഫീസ് വരുന്നത്. ഇപ്പോഴത്തെ ഫോർമാലിറ്റീസ് ഒക്കെ വെച്ച് നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. പക്ഷെ കുറച്ച് ടൈം എടുത്തായാലും എല്ലാം സോൾവ് ചെയ്ത് വിസ ഇന്ന് തന്നെ കിട്ടി. സമയം ഉച്ച 12 മണിയായി. കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ വിസയുടെ കാര്യത്തിന്. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഓട്ടവും കുറച്ച് ടൈം പോയി അവിടെ. പക്ഷെ എനിവേ കാര്യം നടന്നു. 2 പേരുടെയും വിസ കിട്ടി. 3 months വിസയാണ് കിട്ടിയത്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് കാര്യങ്ങൾ നടന്നു കിട്ടി. പിന്നെ തിരിച്ച് ഓഫീസിലേക്ക് പോവാണ്. അങ്ങോട്ട് എത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഫുൾ തിരക്കായിരുന്നു. ഇന്ന് ഇച്ചിരി തിരക്കുള്ള ദിവസമായിരുന്നു. ഇതിപ്പോ 3:30 ഒക്കെ കഴിഞ്ഞു. ഞാൻ ഇറങ്ങി ജസ്റ്റ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇന്ന് വൈകിട്ട് ഇനി എന്താണ് പ്ലാൻ എന്ന് വലിയ ഐഡിയ ഇല്ല. എനിക്ക് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യണമെന്നുണ്ട്. കുറച്ച് ടയർഡായിട്ടാണ് ഇരിക്കുന്നില്ലേ. എനിക്ക് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ ബാഗ് ഈ ആഴ്ച തന്നെ സെറ്റ് ചെയ്യണമെന്നുണ്ട്. അതൊക്കെ ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെ ഇന്ന് നടക്കും, സമയം കിട്ടും എന്നുള്ളത് നോക്കണം. ഇപ്പം എന്തായാലും ടയർഡാണ് ആസ് യൂഷ്വൽ. ഈ സമയമാകുമ്പോഴത്തേന് ഞാൻ ഇച്ചിരി ഒന്ന് എനർജി ഡൗൺ ആവും. അപ്പോൾ കഴിച്ചിട്ട് എന്തായാലും കുറച്ചു നേരം കിടക്കും. അത് കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് നോക്കാം എന്ത് ചെയ്യും. ആസ് യൂഷ്വൽ ഇന്ന് നല്ല തിരക്കാണ്. ഇന്നലെ സാറ്റർഡേ ആയതുകൊണ്ടായിരുന്നു വലിയ തിരക്കില്ലാണ്ട് അങ്ങ് പോയേ. ഇതിപ്പം എനിക്ക് തോന്നുന്നു 4 മണി കഴിയും. 4:15 ആവും ഞാൻ വീട്ടിലെത്തുമ്പോൾ. വിശന്നിട്ട് വയ്യ. ഈ ഒരു സമയം നമുക്ക് പാട്ടൊക്കെ കേട്ട് പതുക്കെ ഇങ്ങനെ പോവാം. പിന്നെ ഞാൻ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ആരുടെയെങ്കിലും വ്ളോഗ്സ് പുതിയത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പ്ലേ ചെയ്യും. വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. പെട്രോളിന്റെ ലൈറ്റ് കത്തി. അപ്പം നമുക്ക് ഇച്ചിരി പെട്രോൾ അടിച്ചിട്ടങ്ങ് പോകാം. വൈകിട്ട് എവിടെയെങ്കിലും ഇറങ്ങണമെന്നുണ്ടെങ്കിൽ പിന്നെ ആ സമയത്തിനും അടിക്കാൻ നിൽക്കണ്ടല്ലോ. ഇവിടെ വലിയ തിരക്കില്ല കേട്ടോ. വെറുതെ പുറത്തു പോകാൻ പോയിട്ട് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല. കഴിച്ചതും കിടന്നതും എണീറ്റ് ഒന്ന് വീഡിയോ എടുക്കാനുള്ള ശേഷിയില്ലായിരുന്നു. എണീറ്റ് കഴിഞ്ഞ് ആസ് യൂഷ്വൽ ട്രെഡ്മില്ലിൽ ഒരു 30 minutes നടക്കുന്ന സീനാണിത്. അത് കഴിഞ്ഞ് ഇന്നലത്തെ എഡിറ്റിങ്ങിന്റെ ബാക്കിയൊക്കെ തീർത്ത് വീഡിയോ പബ്ലിഷ് ചെയ്തു. പിന്നെ ഈ വ്ളോഗിന്റെ കാര്യം അങ്ങ് വിട്ടുപോയി. ഡിന്നറൊക്കെ കഴിച്ച് അങ്ങ് കിടന്നു. ഗുഡ് മോർണിംഗ്. ടുഡേ ഈസ് ഡേ 3 ഓഫ് ദിസ് വീക്ക്. അതായത് മൺഡേ ആണ് ഇന്ന്. കഴിഞ്ഞ 2 ദിവസവും രാവിലത്തെ ഒരു മോർണിംഗ് റുട്ടീൻ കാണിച്ചില്ല എന്ന് ഞാൻ ഇന്നലെ രാത്രിയിലാണ് ഓർക്കുന്നത്. അതുകൊണ്ട് വിചാരിച്ചു ഇന്ന് രാവിലെ എണീക്കുമ്പോൾ തൊട്ട് കഴിക്കുന്നതും എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഓഫീസിൽ പോകാൻ ഇറങ്ങി. എന്നും ഉള്ളതല്ലാത്ത കുറച്ച് പണിയുന്നുണ്ടായിരുന്നു. കുറച്ച് ക്രെഡിറ്റ് ഇൻവോയ്സ് അടിക്കാനൊക്കെ. അതുകൊണ്ട് ഇന്ന് കുറച്ച് ലേറ്റ് ആവുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അങ്ങനെയുള്ള ദിവസങ്ങളിൽ വീട്ടിലെത്തുമ്പോഴത്തേനും വിശന്നൊരു വഴിയാവുന്നതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തന്നെ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കാറുണ്ട്. ഇവൾ ഈ ഏരിയയിലൊക്കെ കറങ്ങി നടക്കുന്ന ഒരു പപ്പിയാണ്. ഒരു 4:30 ആയപ്പോഴത്തേനും നമ്മൾ ജോലി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് അതും ഇതും പണികളൊക്കെ ഉള്ള ദിവസമായിരുന്നു. എനിവേ ഇപ്പം നമ്മൾ പോകുന്നത് അൽനാസറിലോട്ടാണ്, ഇഗേലയിലുള്ള. ബിക്കോസ് എനിക്കൊരു ജിം ബോൾ വാങ്ങിക്കണം. ഈ എക്സസൈസ് ബോൾ ഉണ്ടല്ലോ, പെൽവിക് മസിൽസിനെ ട്രെയിൻ ചെയ്യിക്കാനുള്ള എക്സസൈസസ് അതിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. സാധാരണ ഓഫ് ആവുന്ന ടൈമായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് വിശ്വസിക്കുന്നു. ഓഫ് ആവുന്ന ടൈം ആകുമ്പോഴത്തേനും നമുക്ക് സാധനം വാങ്ങിച്ച് വീട്ടിലെത്താം. ഇഗേല ഔത്താദ് മോളിലെ അൽനാസറിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇച്ചിരി മെന ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മുടിയൊക്കെ നയിച്ച് ഇച്ചിരി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു. കിട്ടിപ്പോയി. എടുക്കുന്നത് വരെ അവരെ തുറന്ന് നോക്കാൻ സമ്മതിക്കില്ല. പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി കാറ്റ് നിറച്ച് തരാമെന്ന് പറയും. വണ്ടിയുണ്ടോ, കൊണ്ടുപോകാൻ ആളുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. നല്ല കരുതലുള്ള മനുഷ്യനാണ്.
കുഞ്ഞിൻ്റെ ലിസ്റ്റിൽ കുറച്ച് സോക്സും കൂടെ ആവശ്യമുണ്ടായിരുന്നു. ഇവിടെ ഈ 0 to 12 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇച്ചിരി വലുപ്പം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് ന്യൂ ബോൺ സ്റ്റേജിൽ ഇടാൻ കുറച്ച് വലുപ്പം കൂടുതലാണ്. ഇവിടെ കുഞ്ഞ് ഷൂസും ഒക്കെ ഉണ്ട്. അതിൻ്റെ വലുപ്പം നോക്കിക്കേ. എനിക്കറിയത്തില്ല ഈ പ്രായത്തിലെ പിള്ളേർക്ക് ഷൂസൊക്കെ എന്തിനാണ്. അതുകൊണ്ടോ ഇതെന്തായാലും എടുക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം വേറെ ന്യൂ ബോൺ സോക്സ് കിട്ടുന്നത് വരെ ഇതെന്തായാലും ഇരിക്കട്ടെ, പിന്നെയാണെങ്കിലും ഇടാലോ. അപ്പോൾ ബോളും കിട്ടി, സോക്സും കിട്ടി. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. നേരെ വീട്ടിലോട്ട് പോയേക്കാം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. പോയേക്കാം. ഒരു നല്ല ആൾക്കാർ കേട്ടോ. ഞാൻ ചോദിക്കാതെ തന്നെ എന്നെ സഹായിക്കാൻ വേണ്ടി അവരാള് വിട്ടു. ജസ്റ്റ് ഒന്ന് കട കയറി ഇറങ്ങിയ അരമണിക്കൂർ ഗ്യാപ്പ് കൊണ്ട് ഇരുട്ടായി. ഐ ലൈക്ക് ദിസ് ക്ലൈമറ്റ്. വലിയ ചൂടില്ലാത്ത ഈ ഒരു ക്ലൈമറ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ്. 5:30 ഇപ്പം നമ്മൾ വീട്ടിലെത്തി. ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഒരു 6:45 ഇന്നിനിപ്പോൾ ഉറക്കം നടക്കുമെന്ന് തോന്നുന്നില്ല. ഡ്രസ്സ് കണ്ടും ഡ്രാമ മാമ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ പാടെ നീത്തു എനിക്ക് ഒരു വെട്ടി മാറ്റേണിറ്റി ഡ്രസ്സ് ഓർഡർ ചെയ്തു. ആ കൂട്ടത്തിലുള്ളതാണ്. ഇതെങ്ങനെ ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള ടീഷർട്ട് മെറ്റീരിയൽ വരുന്ന നല്ല കംഫർട്ടബിൾ ആണ്. അങ്ങനെ റുട്ടീൻ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കാനായിരുന്നു. ഇന്ന് ചിക്കൻ കറിയും സാലഡും കുബൂസും ആണ് നമ്മുടെ ഡിന്നർ. കുറച്ച് തുണി അലക്കാനിട്ട് സൈക്കിൾ കഴിഞ്ഞു. അപ്പോൾ അതെടുത്ത് ഡ്രയറിലിട്ട് ഓണാക്കി. നാളെ ഇനി അതെടുത്ത് മടക്കിയാൽ മതിയല്ലോ. നാളെ കഴിക്കാനുള്ള നട്ട്സും കൂടെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞു. കുഞ്ഞിന്റെ ബർത്ത്ഡേയുടെ ഒരു ഹൈലൈറ്റ്സ് വീഡിയോ കൂടെ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അതിന്റെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി. പിന്നെ അല്ലേലേ ഉറക്കം കിട്ടാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോ അമ്മയുടെ ചിക്കൻ സ്റ്റൂ ആണ്. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. കഫീൻ കൺസംഷൻ കുറയ്ക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ഡീകാഫിന്റെ പൗഡറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. റെഗുലർ കോഫി പൗഡറായിട്ട് ടേസ്റ്റ് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ കോഫി കുടിച്ചു വരുന്നൊരു സമാധാനത്തിന് ഇത് കുഴപ്പമില്ല. കഴിച്ചു വന്നിട്ട് പിന്നെ രാവിലത്തെ അല്ലറച്ചില്ലറ പരിപാടിയൊക്കെയാണ്. പാത്രം കഴുകി വെക്കുക, ഇന്നലെ കഴുകി ഉണങ്ങിയ പാത്രം എടുത്ത് വെക്കുക, പിന്നെ എന്തെങ്കിലും ഒരു ഫ്രൂട്ടും എടുക്കും. ഇന്നലെ വെള്ളത്തിലിട്ട് നട്ട്സ് പീൽ ചെയ്തെടുക്കും. ഈ കവർ കാണുമ്പോൾ ഞാൻ കഴിക്കാനാണോ ഓഫീസിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയേക്കാം. സ്വാഭാവികം. ചാച്ചൻ അവിടെ ചെന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ചാച്ചന്റെ ഫുഡും എൻ്റെ നട്ട്സും ഫ്രൂട്ട്സും എല്ലാം കൂടെ എടുക്കുമ്പോൾ ഇത്രയൊക്കെ ആവും. അപ്പോൾ റെഡിയായി. സാധാരണത്തെക്കാളും കുറച്ചുകൂടി ലേറ്റ് ആണ്. പെട്ടെന്ന് പോയേക്കാം. ഈ സോക്സ് ഇടുന്നത് മുതലാണ് നമ്മുടെ ശ്വാസമുട്ടൽ പരിപാടി തുടങ്ങുന്നത്. സോക്സ് ഇട്ട് ബാഗും എടുത്ത് സാധനം എടുത്ത് വണ്ടിയിലോട്ട് കയറുമ്പോഴത്തേനും ഒരു വഴിയാവും. ഗുഡ് മോർണിംഗ്. Today is day 4 of the last working week in my life before the arrival of our baby. ഇന്ന് ആസ് യൂഷ്വൽ 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഇറങ്ങിയത്. സാധാരണത്തൊക്കെ ആക്ച്വലി ഒരു 15 മിനിറ്റ് ലേറ്റ് ആണ്. ഞാൻ ഈ പോകുന്ന ടൈമിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഞാൻ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ബ്ലോഗ്സ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പ്ലേ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയതിനു ശേഷം ആക്ച്വലി കൂടുതലും ഞാൻ there is this one rendition ഓരത്തുമ്പത്തിരുന്ന് ഉയലാടും ആ പാട്ടിന്റെ അഖിലാനന്ദ് പാടിയ വേർഷൻ ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ആക്ച്വലി ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് ജസ്റ്റ് ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും അത്രയും കേൾക്കാൻ തുടങ്ങിയത് ഇത്ര ഇഷ്ടമായതൊക്കെ ഇതിന് ശേഷമാണ്. അപ്പൊ ഞാൻ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്ലേ ചെയ്യും. ഒരു 16-17 വീക്സ് തൊട്ട് കുഞ്ഞിന് ചെറുതായിട്ട് കേൾക്കാം എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഞാൻ ആ ഒരു ടൈം തൊട്ടേ ഈ ഒരു പാട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾപ്പിച്ചു കൊടുക്കും. എനിക്കറിയില്ല അവിടെ അകത്ത് കിടന്ന് കേൾക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ചുമ്മാ ഒരു ട്രയൽ. പിന്നെ അത് കേൾക്കുമ്പോൾ എനിക്കൊരു രസമാണ്. ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴാണ് അത് ഇടുന്നത് സാധാരണ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ബ്ലോഗ് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ഇടും. അല്ലെങ്കിൽ ചിലപ്പം മൈൻഡ് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ് സോങ്സ് ഇടും. പല ദിവസം പല പോലെയാണ്. ഇന്നിപ്പോ അജയ് സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു ബ്ലോഗർ ഉണ്ട്. അജയ് സ്റ്റീഫൻ ആൻഡ് ഹിസ് വൈഫ് ഈവ. അപ്പോ അവരുടെ ഒരു ബ്ലോഗ് ഇപ്പൊ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതായിരിക്കും ഇടാൻ പോകുന്നത്. അഞ്ചു മണിയായി ഇന്ന് ഇറങ്ങിയപ്പം. 5 മണിക്ക് തന്നെ ഓൾമോസ്റ്റ് ഡേ ലൈറ്റ് ഒക്കെ പോയി, ഇരുട്ടാവാറായി. ഇന്നലെ തന്നെ കണ്ടില്ലേ 5:15 അങ്ങാണ്ടായപ്പോഴത്തേനും ലൈറ്റ് എല്ലാം പോയായിരുന്നു. ലേറ്റ് ആവുന്ന കണ്ടപ്പോൾ ഞാൻ അവിടുന്ന് തന്നെ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചായിരുന്നു കേട്ടോ. വിശന്നിരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടാണ് ഇപ്പം. വണ്ടിയുടെ ടയർ പ്രഷർ ലോ കാണിക്കുന്നു ഒരു ടയറിന്റെ. അപ്പോൾ പമ്പിലും എല്ലാം കയറി അതും കൂടി ഒന്ന് ഫിൽ ചെയ്തിട്ട് വേണം പോവാൻ വീട്ടിലോട്ട്. ട്രാഫിക്കും കഴിഞ്ഞ് എയറും ഫില്ല് ചെയ്ത് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ മണി 5:30 ഒന്ന് ദേഹമൊക്കെ കഴുകി ഇറങ്ങിയിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു പാമ്പറിംഗ് സെഷൻ ആയാലോ. ഒന്നുമില്ല, ഒരു ഷീറ്റ് മാസ്ക് ഒക്കെ വെച്ച് കുറച്ച് നേരം ഇരുന്നു. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ സ്കിൻ കെയറിലും കണ്ടന്റ്സ് നോക്കി പ്രഗ്നൻസി സേഫ് ആണോ നോക്കിയിട്ടേ യൂസ് ചെയ്യാറുള്ളൂ. 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമുക്കിത് ഊരാം. സുന്ദരിയായ ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ട്രെഡ്മിലൊക്കെ ചെയ്തു. പക്ഷേ എൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. രാത്രി ഡിന്നർ ഒക്കെ കഴിഞ്ഞ് TV കുറച്ചു നേരം കണ്ടിരുന്നിട്ട് നേരെ പോയി കിടന്നുറങ്ങി. ഇത് അടുത്ത ദിവസം രാവിലെയാണ്. റെഡി ആവുന്നതിന് മുമ്പ് ഈ ഒരു ബോഡി ഓയിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഈ ഡിയോഡറൻറ്റും. Good morning guys. Today is day 5 of my last working week before our little one arrives. ഞാനിപ്പോൾ ആക്ച്വലി വീക്ക് 35-ലാണ് പ്രഗ്നൻസിയുടെ. ഇതെന്റെ ലാസ്റ്റ് വർക്കിംഗ് വീക്ക് ആക്കാൻ ഞാൻ ഡിസൈഡ് ചെയ്തതിന്റെ റീസൺ ഫ്യൂ റീസൺസ് ഉണ്ട്. അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ ഇസ് ദാറ്റ് ഐ എം ഫൈൻഡിങ് ഇറ്റ് ഫിസിക്കലി ഹാർഡ് ടു രാവിലെ എണീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞ് റെഡിയായി വണ്ടിയിൽ കയറി ഡ്രൈവിംഗ് കുഴപ്പമില്ല, അവിടെ ചെന്നിറങ്ങി
എനിക്ക് വർക്കിൽ ഫോക്കസ് ചെയ്യാൻ ആക്ച്വലി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വെരി സിമ്പിൾ ആൻഡ് ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പ്രോസസ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നു. ആൻഡ് ചില സമയത്ത് ടൈം എടുത്താലും എനിക്ക് പ്രോസസ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ കണ്ടപ്പോൾ ഐ ഫെൽറ്റ് ഇറ്റ്സ് ടൈം for me to take a step back and focus on myself and when by the time baby comes I need to be prepared in a lot of ways. അതിപ്പോ നമ്മുടെ റൂമിന്റെ കാര്യത്തിലായാലും പേഴ്സണലി എൻ്റെ മെന്റൽ സ്പേസിന്റെ കാര്യത്തിലായാലും ഒരുപാട് കാര്യങ്ങൾ എന്തായാലും ചേഞ്ചസ് വരും. സോ ഐ നീഡ് ടു ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തണം എന്നുള്ളൊരു ഐഡിയയിലാണ് ഈ ഒരാഴ്ച കഴിയുമ്പോഴത്തേനും വർക്ക് പതുക്കെ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളൊരു ചിന്ത വന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു സമയക്കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആഫ്റ്റർ വർക്ക് ഞാൻ ഒരു വൈകുന്നേരം വന്ന് കഴിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഞാനൊരു ജെൻ മൂഡില്ല. പിന്നെ എനിക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റില്ല. എന്റെ എഫിഷ്യൻസി ഭയങ്കരമായിട്ട് കുറയും. ഈ മോർണിംഗ് ടൈമിലാണ് ഞാൻ കുറച്ചെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജി ഓർ ആ ഒരു എഫിഷ്യന്റ് ആയിട്ട് നിൽക്കുന്നത് ആ ടൈമിലാണ്. സോ ഐ ഫെൽറ്റ് ലൈക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് ഈ മോർണിംഗ് ടൈമിലേ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ കണ്ടു കാണും, എന്റെ മനസ്സിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ട്. വൈകിട്ട് ചെന്നിട്ട് ഇത് ചെയ്യണം, അത് ചെയ്യണം, അങ്ങനെ. പക്ഷേ വെൻ ടൈം കംസ് ഐ എം ടു ടയർഡ് ടു ഡു ദാറ്റ്. സോ ഐ പ്രൊക്രാസ്റ്റിനേറ്റ്. അത് നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് പറഞ്ഞിങ്ങനെ കുറെ നാളായി അതിങ്ങനെ ഇരിക്കുന്നു. എസ്പെഷ്യലി ദിസ് ഹോസ്പിറ്റൽ ബാഗ് തിങ്, ഇറ്റ്സ് ബിൻ ഇൻ മൈ മൈൻഡ് ഫോർ എ ലോങ് ടൈം. പക്ഷെ എനിക്ക് അതിനുള്ളൊരു സമയവും സാഹചര്യവും പിന്നെ ലൈക്ക് പാക്ക് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തൊക്കെ പാക്ക് ചെയ്യണമെന്ന്. ആ ലിസ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും എന്റെ കയ്യിൽ എത്തിയിട്ടില്ലായിരുന്നു ഇതുവരെ. ഇനിയും കുറച്ച് സാധനങ്ങൾ വരാനുണ്ട്. അത് അപ്പയും അമ്മയും വരുമ്പോഴേ കൊണ്ടുവരത്തുള്ളൂ. ഇൻ 3 weeks അവർ വരും. അപ്പത്തേനെ കംപ്ലീറ്റ് ആവുള്ളൂ സാധനങ്ങൾ. ബട്ട് സ്റ്റിൽ ഐ ക്യാൻ ഇപ്പൊ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി ലാസ്റ്റ് മിനിറ്റ് ഇന്ന സാധനങ്ങൾ ലാസ്റ്റ് മിനിറ്റ് വെച്ചാൽ മതി എന്നുള്ളൊരു ഐഡിയയിൽ വന്ന് എത്താമല്ലോ. അതുപോലും ചെയ്യാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. വെച്ചാൽ ഐ എം നോട്ട് ഡൂയിങ് എ ലോട്ട് മെനി തിങ്സ് എവറി ഡേ. അതുകൊണ്ടല്ല സമയം കിട്ടാത്ത. ആഫ്റ്റർ വർക്ക് ഞാൻ വന്നു കഴിഞ്ഞ് ഒന്ന് സെറ്റിൽ ഡൗൺ ആകുമ്പോഴത്തേനും ഐ എം ഓൾവേസ് ടയേർഡ്. അതാണ് പ്രോബ്ലം. ടയേർഡ്നെസ് ആണ് പ്രോബ്ലം. അപ്പൊ അതുകൊണ്ട് ഐ തോട്ട് മോർണിംഗ് ടൈം ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം, പ്രിപ്പയർ ആവാൻ വേണ്ടി യൂസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ. പിന്നെ വൺ തിങ് ഐ ഓൾവേസ് ഫെൽറ്റ് ഇസ് ദാറ്റ് ഈ പ്രഗ്നൻസി ടയേർഡ് ഇസ് എ വെരി ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടയേർഡ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ആസ് ഐ സെഡ് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് എനർജി സ്പെൻഡ് ചെയ്തു എന്നൊരു ഫീലിംഗ് നമുക്ക് കിട്ടാതെ, ബട്ട് അതിന്റെ എല്ലാം ടയർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യാം. അത് എന്തൊരു ഇതാണെന്ന് എനിക്കറിയില്ല. ഈ പ്രഗ്നൻസി ടൈമിൽ അതുപോലെ എനർജി ബോഡി യൂസ് ചെയ്യുന്നുണ്ട് എന്നാണല്ലോ പറയപ്പെടുന്നത്. നമ്മൾ കാണുന്നില്ലല്ലോ. ഒരു നോർമൽ ആക്കത് മനസ്സിലാവുന്ന ആക്ച്വലി എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പ്രഗ്നൻസി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ അത് മനസ്സിലാവും. വലിയ ഭാരപ്പെട്ട പണിയൊന്നും ചെയ്തില്ലെങ്കിലും അറ്റ് സം പോയിന്റ് ഓഫ് ദി ഡേ ഓർ മേ ബി ദ ഹോൾ ഡേ, അത് പലർക്കും പല പോലെയാണ്. ആക്ച്വലി എന്റെ പിയർ ഗ്രൂപ്പ്സിനേക്കാളും ഒരുപാട് ബെറ്റർ ആയിട്ടാണ് എന്റെ പ്രഗ്നൻസി പോകുന്നത്. ദ സ്റ്റോറീസ് ഐവ് ഹേർഡ്, ദി എക്സ്പീരിയൻസസ് ഐവ് സീൻ ഓർ ഹേർഡ് ഫ്രം അതർ പീപ്പിൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, ലൈക്ക് സംടൈംസ് നടുവേദന, സംടൈംസ് വയറിലൊരു പ്രഷർ, അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ എനിക്ക്. പിന്നെ ഈ ഒരു ടയർഡ്നെസ് എനിക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ലൈക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പോലെ ഞാൻ ടയർഡ് ആയിരുന്നു. സെക്കൻഡ് ട്രൈമസ്റ്റർ വാസ് നൈസ്, ഐ ഹാഡ് എനർജി ത്രൂ ഔട്ട് ദ ടൈം. ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ ആയപ്പോഴത്തേനും അഗൈൻ ദാറ്റ് ആ ഒരു ടയർഡ്നെസ് ആൻഡ് ആ ഒരു എനർജി കുറവ് തിരിച്ചു വന്നിട്ടുണ്ട്. ബട്ട് നോട്ട് ആസ് മച്ച് ആസ് ദി ഫസ്റ്റ് ട്രൈമസ്റ്റർ. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ. ഒന്നിനും ഐ കുഡന്റ് ഫൈൻഡ് എനർജി ഫോർ എനിത്തിങ് ത്രൂ ഔട്ട് ദി ഡേ. വർത്താനം പറഞ്ഞ് സമയം പോകുന്നു, പെട്ടെന്ന് റെഡി ആവാം, മോയ്സ്ചറൈസർ ഇടുവാണ്. ഞാൻ രാവിലെ വർക്കിന് പോകുമ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള റെഡിയാവലൊന്നുമില്ല. ജസ്റ്റ് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പിന്നെ കുറച്ച് കോമ്പാക്ട് പൗഡർ, എന്തി ഓയിലി പ്ലേസസ് ആൻഡ് ലിപ്സ്റ്റിക്, അത്രയേ ഉള്ളൂ. ഞാൻ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത്. പുതിയ സൺസ്ക്രീൻ നമുക്കിന്ന് പൊട്ടിക്കാം. ആക്വാലോജിക്കയുടെ റേഡിയൻസ് പ്ലസ് സൺസ്ക്രീൻ ആണ്. ഞാൻ ഇപ്പം നാളെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പ്ലമ്മിന്റെ ഒരു സൺസ്ക്രീൻ ആയിരുന്നു. അത് ഇന്നലെ തീർന്നു. സോ ആസ് ഐ വാസ് സേയിങ്, ഞാൻ രാവിലെ കഴിച്ചിട്ടാണ് പോകുന്നത്. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും അപ്പം സ്റ്റൂ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും നിൽക്കാഞ്ഞത്. ഓടിപ്പിടിച്ച് പെട്ടെന്ന് ഉണ്ടാക്കി കഴിച്ചു. കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി റെഡിയാവാൻ കയറിയതാണ്. പിന്നെ ആസ് യൂഷ്വൽ ഫ്രൂട്ടും നട്ട്സും ഒക്കെ എടുത്തു. എനിക്ക് എവറി സ്മോൾ ടാസ്ക്, നമ്മൾ എവറി ഡേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് എവറി ഡേ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, പെട്ടെന്ന് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും എനിക്കിപ്പം അങ്ങനെ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം ഐ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം, എസ്പെഷ്യലി തിങ്സ് ദാറ്റ് നീഡ് ദ ഹോൾ ബോഡി ടു മൂവ്. നടന്ന് പോയി ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ഒരു രക്ഷയില്ല. ഞാൻ ഭയങ്കര സ്ലോ ആണ്. എനിക്ക് ഐ കനോട്ട് ഡു മോർ ദാൻ ദാറ്റ്. അങ്ങനെ ഓവർ സ്ട്രെയിൻ ചെയ്യുമ്പോൾ എനിക്ക് വയറിൽ ചെറിയൊരു പ്രഷറോ പെയിനോ അങ്ങനെയൊക്കെ 1-2 പ്രാവശ്യം ഫീൽ ചെയ്തു. അതോടെ ഞാൻ മൊത്തത്തിൽ സിസ്റ്റം സ്ലോ ആക്കി. ഈ കണ്ണിന്റെ താഴെ ഇങ്ങനെ ഓയിലി ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. അവിടെയൊക്കെ കോമ്പാക്ട് പൗഡർ ഉണ്ട്, ഫൈനലി ലിപ്സ്റ്റിക്, ഐബ്രോസും കൂടെ ചെയ്യാനുണ്ട്. സ്പ്രേ പോയേക്കാം. ഓൾ സെറ്റ്, ലെറ്റ്സ് ഗോ.
My bump is this close to touching the steering wheel. വെറുതെ ആയിപ്പോയി ഇന്ന് ഓടിപ്പിടിച്ച് വന്നത്. ചെല്ലുന്ന ഉടനെയുള്ള ഡെയിലി ടാസ്ക്സ് ചെയ്ത് തീർക്കുന്നതിന് മുമ്പേ കറണ്ട് അടിച്ചുപോയി. ഈ ഏരിയയിൽ ഫുൾ മിനിസ്ട്രിന്ന് പോയതാന്നാ പറഞ്ഞ. റീസണും അറിയില്ല, എപ്പോ വരുമെന്നും അറിയില്ല. ഇപ്പൊ സമയം 2 മണി ആയുള്ളൂ. പക്ഷെ ഞാൻ ഇറങ്ങുവാണ്, കാരണം കറണ്ട് ഇല്ല. എന്റെ മൂഡ് പോയി, ഞാൻ പോകും. മെയിൻ പണിയൊന്നും നടന്നുമില്ല, ഇനി നടക്കത്തും ഇല്ലെന്ന് തോന്നുന്നു. ഇന്ന് ഇനിയും എപ്പോഴാണ് കറണ്ട് വരുന്നതെന്നൊന്നും അറിയത്തില്ല. പിന്നെ വെറുതെ കസ്റ്റമർ വരുന്നതും കുറവാ. പിന്നെ ചാച്ചനുണ്ട്, വലിയ തിരക്കില്ല എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞാനങ്ങ് ഇറങ്ങാന്ന് വിചാരിച്ചു. വെറുതെ കുത്തിയിരിക്കണ്ടല്ലോ. അപ്പൊ ഇനി വീട്ടിലോട്ട് ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നെങ്കിലും നമുക്ക് ആ ക്രിസ്മസ് ട്രീ ഒന്ന് വെക്കാൻ വേണ്ടി നോക്കാം പ്ലീസ്. പറച്ചിൽ മാത്രമേ നടക്കുന്നുള്ളൂ കുറെ ദിവസമായിട്ട്. ഈ സമയം ആയതുകൊണ്ടായിരിക്കും ഒട്ടും തിരക്കില്ല റോഡില്. ഇതാണ് ഇന്നത്തെ ലഞ്ച്. ചോറ്, പരിപ്പ് കറി, മത്തി പറ്റിച്ചത്, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, ചീരയിലത്തോരൻ. എല്ലാം അമ്മ ഉണ്ടാക്കിയതാട്ടോ. കുറച്ചു ദിവസമായിട്ട് ക്രിസ്മസ് ട്രീ വെക്കണം എന്നുള്ളതുകൊണ്ട് ഒരു ക്രിസ്മസ് മൂഡിലാണ്. അതുകൊണ്ട് ഒരു ക്രിസ്മസ് മൂവി തന്നെ കാണാമെന്ന് വിചാരിച്ചു. പടം കാണലൊന്നും അധികം നേരം നിന്നില്ല, നമ്മൾ നാച്ചുറലി ഉറങ്ങിപ്പോയല്ലോ. എണീറ്റ് ഫ്രഷ് ആയിട്ട് ഈ ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. ഇതിനെ ചായ എന്നൊന്നും വിളിക്കാൻ പറ്റൂല, റാസ്ബെറി ലീഫിന്റെ ടീ ആണ്. ഒരു 34-35 വീക്സ് തൊട്ട് ഇത് കുടിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. സർവിക്സ് സോഫ്റ്റ് ആവാൻ ഇത് ഹെൽപ്പ് ചെയ്യത്രേ. കുവൈറ്റിൽ 1-2 അടുത്ത് തപ്പിയിട്ട് കിട്ടിയില്ല. ഞാനിത് നാട്ടിൽ ആമസോണിൽ ഓർഡർ ചെയ്തിട്ട് നമ്മുടെ ലൈറ്റ് എഞ്ചിനീയർ റാഷിക്ക നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാട്ടോ. എന്നാ പിന്നെ ട്രീ അങ്ങ് സെറ്റ് ചെയ്തൊക്കെന്ന് വിചാരിച്ച് എടുത്തോണ്ട് പോയപ്പോഴാണ് ഓർക്കുന്നത് നാളെ നമുക്ക് ഇവിടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. ഈ ആഴ്ചത്തെ ഇവന്റിന് വരുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. ആളുടെ പ്രൈവസി മാനിച്ച് ഞാൻ ആളുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഗസ്റ്റ് റൂമിലെ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി ഒന്ന് നീറ്റ് ആക്കി ഇട്ടു. നാളെ അച്ഛൻ നാട്ടിൽ പോവാ ഒരു കസിന്റെ വെഡിങ്ങിന്. അപ്പൊ എന്നാ പിന്നെ അവിടെയും കൂടെ ഒന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ച് ഞങ്ങൾ ഫ്ലാറ്റിലോട്ട് പോകാൻ ഇറങ്ങി. അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. തിരിച്ചെത്തിയ ഉടനെ നമ്മൾ ട്രീ വെക്കാൻ വേണ്ടി കയറി. അപ്പോഴല്ലേ മനസ്സിലായത് ഡെക്കറേഷൻസ് ഒന്നും കാണാനില്ല. എന്റെ ബലമായ വിശ്വാസം നമ്മൾ വീട് മാറിയ സമയത്ത് സ്റ്റോറിലേക്ക് കൊണ്ടുപോയെന്നാണ്. അപ്പൊ അത് നാളെ തപ്പ കണ്ടുപിടിക്കാൻ ട്രീ എങ്കിലും ഇന്ന് വെക്കാന്ന് വിചാരിച്ച് അതങ്ങ് സെറ്റാക്കി. ഈ പ്രഗ്നൻസി ഇൻസോംനിയസ് റിയൽ ട്ടോ. ഫിസിക്കലി ഭയങ്കര ക്ഷീണം ഉണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇന്ന് രാത്രി അതായിരുന്നു എന്റെ ബുദ്ധിമുട്ട്. 3 മണിയായിട്ടും കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ നല്ല ക്ഷീണമുണ്ട്. ഉള്ള സമയം വെറുതെ കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ ജേർണൽ ചെയ്യാന്ന് വിചാരിച്ചു. ഈ ഒരു ജേർണൽ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിലിങ്ങനെ കുറെ പ്രോംപ്റ്റ് ക്വസ്റ്റൻസ് ഉണ്ട്. നമ്മുടെ ഒരു പ്രഗ്നൻസി ജേർണിയെ പറ്റി, നമുക്കുണ്ടായ ചേഞ്ചസ്, നമ്മുടെ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ വെൽബീങ്ങിനെ പറ്റിയുള്ള ക്വസ്റ്റൻസ് ഒക്കെയാണ്. അതൊക്കെ കഴിഞ്ഞ് 4 മണി എന്തായപ്പോൾ ഉറങ്ങിയെന്ന് തോന്നുന്നു. Good morning guys. Today is the last day, അതായത് day 6 of my working week. എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് ബിഫോർ ദി ലിറ്റിൽ വൺ കംസ്. ഇന്നലെ ആക്ച്വലി കറണ്ട് പോയതുകൊണ്ട് കുറെയൊക്കെ പണി ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന പണികൾ കുറച്ച് ചെയ്തിട്ടില്ല. ഇന്ന് അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. കാരണം ഇത് ലാസ്റ്റ് ഡേ ആണല്ലോ, ഇത് നമുക്ക് ദിവസമില്ലല്ലോ. എന്നുവെച്ചാൽ ഒരു അഡമിൻ ഡെസിഷൻ അല്ല. ഒരു അത്യാവശ്യം വന്നാൽ പോകും. ജസ്റ്റ് ദാറ്റ് അല്ലാത്ത ടൈം, ഒരു അത്യാവശ്യം അല്ല എന്നുള്ള ടൈം എനിക്ക് ഫ്രീ ഓഫ് വേണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. അല്ലാതെ എന്ത് വന്നാലും ഞാൻ ഓഫീസിൽ പോവില്ല, ജോലി എടുക്കൂല, അങ്ങനെയല്ല. മാക്സിമം ഇന്ന് തന്നെ ആ വിചാരിച്ച കാര്യങ്ങൾ തീർക്കണം എന്ന് വിചാരിക്കുന്നു. ഇപ്പം 10:45 ഞാൻ എത്തുമ്പോഴത്തേനും 11 ആവും. ഇന്നലെ സാധാരണത്തെക്കാളും ഉറക്കം മോശമായതുകൊണ്ട് കുറച്ചൊരു വല്ലായ്മയുണ്ട്. മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇന്ന് കണ്ണൊക്കെ എഴുതി. ഐ എം എക്സ്പെക്ടിങ് ടു ബി ടയർഡ് ക്വിക്കർ ദാൻ യൂഷ്വൽ. പക്ഷെ ഹോപ്പ്ഫുള്ളി ബൈ ദാറ്റ് ടൈം വി കൻ ഫിനിഷ് അവർ വർക്ക് ആൻഡ് കം ബാക്ക് ഇൻ ടൈം. ഇന്ന് അച്ചാച്ചൻ നാട്ടിൽ പോവാ. നമ്മൾ ഇന്നലെ ഒന്ന് അവിടെ പോയായിരുന്നു. പിന്നെ എയർപോർട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നത്. അത് 4-4:30 ആകുമ്പോഴാണ് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് വീട്ടിൽ നിന്ന്. അപ്പൊ എയർപോർട്ടിലൊക്കെ പോയി വന്നിട്ട് കുറച്ചു നേരം കിടന്നിട്ട് പിന്നെ നമുക്ക് മ്യൂസിക് ബീച്ചിന്റെ ഇവന്റ് ഉണ്ട്. ഇവന്റ് അല്ല, ഇന്ന് സെറ്റിങ് അവർ രാവിലെ തുടങ്ങും. നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. നാളെ രാവിലെ തൊട്ട് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. നാളെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയാണ് ഇവന്റ് വരുന്നത്. ഇവിടെ ഇങ്ങനെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് രാവിലെ ഇത് അവസ്ഥ. ഈ വീഡിയോയിൽ കാണിക്കുന്ന അവസാനത്തെ ദിവസമാണ് ഇന്ന്. സോ യാ, ലെറ്റ്സ് സീ ഹൗ ദി ഡേ ഗോസ്. ക്രിസ്മസ് ട്രീയിലെ ഡെക്കോർ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് അങ്ങനെ പച്ചക്കിരിപ്പുണ്ട്. എന്തായാലും അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പിന്നെ എപ്പോഴേലും അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വീഡിയോ എടുക്കുവാണെങ്കിൽ അതോട് ഇൻക്ലൂഡ് ചെയ്ത് ഇടാം. ലാസ്റ്റ് ആയതുകൊണ്ട് ചെയ്യേണ്ട എല്ലാ പണികളും ലിസ്റ്റ് എഴുതി വെച്ച് നമ്മൾ ഓരോന്നോരോന്നായിട്ട് തീർത്ത് വരികയാണ്. ഇവന്റിന് ഒരു ടീം ആൾക്കാർ ഇവിടുന്ന് പോയിട്ടുള്ളതുകൊണ്ട് നമ്മളിന്ന് കുറച്ച് അണ്ടർസ്റ്റാഫ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ സാധാരണത്തെ പോലെ 3 മണിക്ക് ഇറങ്ങാൻ പറ്റില്ല. തേഴ്സ്ഡേ ആയതുകൊണ്ട് വർക്കിംഗ് ടൈം 4 PM വരെയാണ്. അതുവരെ നിന്നിട്ടാണ് വീട്ടിൽ പോകുന്നത്. അങ്ങനെ കഴിഞ്ഞു വർക്കിംഗ് വീക്ക്. ഇവിടെ അവസാനിക്കുന്നു. ഇന്നിപ്പോ 4 മണിയായി. ഓഫീസ് അടയ്ക്കുന്ന വരെ ഇരുന്നു. കാരണം ഇവന്റ് ഉള്ളതുകൊണ്ട് സ്റ്റാഫ് ഒക്കെ എല്ലാവരും ബിസിയായിരുന്നു. പിന്നെ നമുക്കും തീർക്കാനുള്ള പണി ഉണ്ടായിരുന്നു. എല്ലാം തീർത്തിപ്പോ ഇറങ്ങിയിട്ടുണ്ട്. ലേറ്റ് ആയതുകൊണ്ട് എയർപോർട്ടിൽ പോകാൻ പറ്റില്ല. അവരിപ്പോ ഓൾറെഡി ഇറങ്ങി കാണും. പപ്പയും അമ്മയും നീത്തും അച്ഛനും കൂടെ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കുഞ്ഞും ഇനിയിപ്പോ നമുക്ക് വീട്ടിൽ പോയിട്ട്, ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഒരു ഗസ്റ്റ് ഉണ്ടെന്ന്. ഇന്നത്തെ ഇവന്റിന് വേണ്ടി വന്നതാണ് ആള്. ആളെയും കൊണ്ട് ഈവനിങ് വെന്യൂലേക്ക് പോകണം. അപ്പൊ അതിനു മുമ്പേ ഞാൻ കഴിച്ചില്ല ഇതുവരെ. വീട്ടിൽ ചെന്ന് കഴിക്കണം, കുറച്ച് റെസ്റ്റ് എടുക്കണം. എനിക്കൊന്ന് എക്സസൈസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് അറിയില്ല, ആരോഗ്യം അനുസരിച്ചിരിക്കും സമയം. എന്നിട്ട് ഉടനെ ഭയങ്കര വീടല്ലേ
ഇപ്പൊ ലൈറ്റിംഗ് ഓക്കെ. എന്നിട്ട് വൈകുന്നേരം ആളെയും കൊണ്ട് നമുക്ക് പോണം മെനുവിലേക്ക്. ഇന്നത്തെ ലഞ്ച് കുറച്ച് വെറൈറ്റി കേട്ടോ. അറബിക് ഫുഡ് ആയിരുന്നു. കഴിച്ച് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നേരെ എക്സസൈസ് ചെയ്യാൻ കയറി. നമുക്ക് അധികം സമയമില്ലല്ലോ ഇന്ന്. ഇത് നമ്മൾ 2 ദിവസം മുമ്പേ അൽനാസറിൽ നിന്ന് വാങ്ങിച്ച ജിംബോളാണ്. ഈ ചെയ്യുന്ന എക്സസൈസ് ഒക്കെ ബേബിയുടെ ഹെഡ് എൻഗേജ് ആവാൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞുള്ള അപ്പോയിന്റ്മെന്റിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഇപ്പം ചെയ്യേണ്ട കാര്യമില്ല, ഒരു 38 വീക്സ് ആയിട്ട് ചെയ്താൽ മതി എന്ന്. അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. ഓൺലി ട്രെഡ്മിൽ നൗ. ഞാൻ ടോട്ടൽ ഒരു 30 മിനിറ്റ്സ് ആണ് നടക്കാറുള്ളത്. 3 km/h സ്പീഡിലാണ് നടക്കുന്നത്. അതിൽ കൂടുതൽ പോകുമ്പോൾ എനിക്ക് ചെറിയ മസിൽ പെയിൻ ഒക്കെ പോലെ ഫീൽ ചെയ്യാറുണ്ട്. നമ്മുടെ ഡെക്കോർ കാണാനില്ലെന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ സ്റ്റോറിയിൽ നമുക്കത് കണ്ടുകിട്ടി. ഇതാണ് നമ്മുടെ ആ ഒരു ഡെക്കോറിന്റെ പെട്ടി. ഈ വർഷം ഒരു ക്ലാസിക് ക്രിസ്മസ് ആണ് ഉദ്ദേശിക്കുന്നത്. ക്ലാസിക് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് റെഡ് ആൻഡ് ഗോൾഡൻ. അതുകൊണ്ട് റെഡ് ആൻഡ് ഗോൾഡൻ ആയിട്ടുള്ള ഡെക്കോർസ് മാത്രമേ നമ്മൾ ഈ വർഷം എടുക്കുന്നുള്ളൂ. ലൈക്ക് ദിസ് ആൻഡ് ദിസ്. ഓവർ ദി ഇയേഴ്സ് പല ക്രിസ്മസിനും പല കളർ തീം ഒക്കെ വെച്ചിട്ടാണ്, ലൈക്ക് ബ്ലൂ ആൻഡ് സിൽവർ അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് സോർട്ട് ചെയ്ത് മാറ്റി വെക്കാം. ജസ്റ്റ് റെഡ് ആൻഡ് ഗോൾഡൻ എടുത്ത് വെക്കാം. സോ ദാറ്റ് ഡെക്കോർ ചെയ്യുന്ന ടൈമിൽ ഈസി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമല്ലോ. അങ്ങനെ പെട്ടി കാലിയാക്കി. ഇതൊക്കെയാണ് നമ്മുടെ റെഡ് ആൻഡ് ഗോൾഡൻ ക്രിസ്മസ് ഓർണമെന്റ്സ്. ഈ ലൈറ്റ് ഒരു ബാനർ ഒക്കെ കൂടി ഇങ്ങനെ ടാങ്കിൾഡ് ആയിട്ട് കിടക്കുകയാണ്. അത് നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം. പിന്നെ ഇതൊക്കെ ഓരോ കളറിലേത് മാറ്റി മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ഓരോരോ കവറിലാക്കി തിരിച്ച് ബോക്സിൽ വയ്ക്കണം. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഇവന്റ് സ്ഥലത്തെത്തിയിരിക്കുകയാണ്. സെറ്റപ്പ് ഒക്കെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ ഫുൾ ടൈം ഈ ടീമിൽ ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് അതിന് പറ്റൂലല്ലോ. ഇനി കൊച്ചൊന്ന് വന്ന് കുറച്ച് വലുതായിട്ട് വേണം അവളെയും കൊണ്ടുവരാൻ. അവിടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി. ഇന്നത്തെ ഡിന്നർ ബർഗർ ആണ് കേട്ടോ. ഹാർഡീസ് എന്നാണ് വാങ്ങിച്ചത്. ഈ ഒരു പെർട്ടിക്കുലർ ബർഗർ കൊച്ചിന് പറഞ്ഞാൽ പണ്ട് മുതലേ ഇഷ്ടമാണ്. ഇതും കഴിച്ച് കിടക്കുന്നതോടുകൂടി എന്റെ ലാസ്റ്റ് വർക്കിംഗ് വീക്ക് ബിഫോർ ബേബി കംസ് അവസാനിക്കുകയാണ്. ഇതുവരെ ഈ വീഡിയോ കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് ഞാനൊരു ബോണസ് തരണമല്ലോ. നാളത്തെ പരിപാടിയുടെ കുറച്ച് ക്ലിപ്സും കൂടെ കാണിച്ചു തരാം. കോപ്പിറൈറ്റ് വീണാൽ എന്നെ ഒന്നും പറഞ്ഞേക്കല്ലേ. അപ്പൊ until the next time, bye. बात क्या है बता विधवा എന്നെ ഓർമ്മ മണ്ണിലാകെ നിന്നെ മന്ദഹാസം മാത്രം കണ്ടു ഞാൻ. ിച്ചു വന്നേ